സോയാബീന് 5 മിനിറ്റായി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇനി ഇതിലത്തെ വെള്ളം കളയാം. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം കളഞ്ഞിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിടാം. ഇനി 1 സ്പൂൺ മുളക് പൊടി, ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി, വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇടാം. ഇനി ഇതിലേക്ക് വലിയ ജീരകം ഇടാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ച് എണ്ണ പാരാം. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സോയാബീൻ ഇതിലേക്ക് ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടാം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. സോയാബീൻ റെഡി ആയിരിക്കുന്നു. എല്ലാവരും